അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇപ്പോൾ മഴയാണ്, ഫുൾ എല്ലാ സ്ഥലത്തും വെള്ളമായിരിക്കും. ഇപ്പോൾ ജീപ്പിനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അല്ലാത്തവരായാലും ഏതൊരാൾക്കും ഇപ്പോൾ ജീപ്പ് നിർബന്ധമായൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ ജീപ്പിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രം ബ്രേക്കാണ്. അപ്പോൾ ജീപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു തരാണ്. ഇപ്പോൾ ഈ പുതുക്ക് മാറാത്ത ടീംസൊക്കെ ഉണ്ടാവും, പുതിയ ആൾക്കാരൊക്കെ ഈ പുതിയ ആളുകൾ ജീപ്പ് എടുത്തിട്ട് അതിനെപ്പറ്റി ജസ്റ്റ് ഇങ്ങനെ ഓടിക്കാൻ മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടൊന്നും അറിയാത്ത ആൾക്കാർ പറയാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ജീപ്പ് സ്വാഭാവികമായിട്ടും ബ്രേക്ക് കിട്ടൂല, അത് പലർക്കും അറിയാം. എന്നാലും കൂടെ ഇപ്പം ബ്രേക്ക് കിട്ടാത്ത പക്ഷേ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ആ വെള്ളക്കെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചൂടാക്കണം. ചൂടാക്കാന്ന് വെച്ചാൽ ബ്രേക്ക് കുറേ പമ്പ് ചെയ്തെടുക്കാറില്ല, പമ്പ് ചെയ്യാൻ ചിലപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സിലിണ്ടർ വരെ തള്ളിപ്പോവും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട, ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നല്ല, നേരെ ഫസ്റ്റ് ഗിയർ ഇടുക, വെള്ളക്കെട്ടും കൂടി കഴിഞ്ഞാൽ നല്ലനെ കാല് കൊടുക്കുക, അതിൽ പോവുക. നല്ല ബ്രേക്കിന് മുകളിൽ ഇടത്തെ കാല് നല്ല ബ്രേക്കിന് മുകളിൽ ഇങ്ങനെ വെച്ച് മെല്ലെ കൊടുക്കുക കാല്. ഒരുമാതിരി ചവിട്ട് ഓടണ്ട, വണ്ടി മൂക്കുത്തി പോകും. ഒരു നേക്കിൽ അങ്ങനെ പോയാൽ മതി. കുറച്ച് അങ്ങനെ പോയാൽ പിന്നെ ആ ഒരു ലൈനർ ചൂടായി കഴിഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ ബൂസ്റ്റർ കയറ്റിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു വിഷയം ഉണ്ടാവില്ല, എന്നാലും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അത് അറിയുന്ന ആളുണ്ടാവും, അറിയാത്ത ആളുകൾക്കാണ് പറഞ്ഞത്, അത് ഞാൻ പ്രത്യേകം പറയാം കേട്ടോ.